തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രത്തിലെ 23ാമത് പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം 2025 മെയ് 6, 7, 8 തീയതികളിൽ നടന്നു. ഭുവനേശ്വരി അനാരാജീവലോചന രമണീരസ്യാരണി മേഖല രമണി ജഗതി ഗന്ധാ കരുണാരസാഗര കലാപതി കലാലാപകാകമ്പനി പ്രിയ പരദാവാമനയനാവ. രണ്ടാം തിരു ഉത്സവ ദിനമായ 2025 മെയ് 7 ബുധൻ രാവിലെ 10 മണി മുതൽ നാഗരാജ പ്രതിഷ്ഠാദിന പൂജകൾ നടന്നു. അതിൻ്റെ ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ഇതില് പ്രപഞ്ചം ആദ്യം ഒരു ബ്രഹ്മാണ്ടായിട്ടുള്ളായിരുന്നു. ഈ അണ്ടം പൊട്ടിയിട്ടാണ് പിന്നെ പ്രപഞ്ചമായി വർദ്ധിച്ചത്, അവിടെ ജീവൻ വന്നത് അല്ലേ. അതിനു മുമ്പ് ഒരു നിശ്ചലാവസ്ഥയായിരുന്നു. അപ്പം ഈ ചലനശക്തി നൽകിയത് സർപ്പതത്വങ്ങളുടെ ഊർജം കൊണ്ടാണ്, ശേഷി കൊണ്ടാണ്. അപ്പം ഈ സർപ്പതത്വങ്ങൾ എല്ലായിടത്തും നിലനിൽക്കുന്നതാണ്. ഈ പ്രപഞ്ചം ഒന്നും നിശ്ചലാവസ്ഥയായിട്ടുള്ള ഒന്നുമില്ല. ഓരോ നിമിഷത്തിനും ഇങ്ങനെ നമ്മൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നും നിശ്ചലമായിട്ടില്ല. ഈ ചലിക്കുന്ന ശക്തികൾക്കെല്ലാം ഊർജപ്രവാഹം നൽകുന്നതാണ് സർപ്പതത്വങ്ങൾ. അത് ഈ പ്രപഞ്ചത്തിലെല്ലാം പരസ്പര പൂരകങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. അതായത് നമ്മൾ ഓരോന്നും ക്രയവിക്രയകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ പ്രകൃതിയോട് ഒത്തിണങ്ങി നിൽക്കാനായിട്ട് ഉള്ള പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് സർപ്പതത്വങ്ങൾ. അത് പ്രകൃതിയായിട്ട് അത്ര ഉദാത്തമായിട്ട് അത്ര സൂക്ഷ്മമായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ള ഊർജ തത്വങ്ങളാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള സർപ്പതത്വങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ സർപ്പങ്ങളെ അങ്ങനെയുള്ള ഒരു സൂക്ഷ്മമായിട്ടുള്ള ഈ ഊർജ തത്വങ്ങളെയാണ് നമ്മൾ പൂജിക്കണത്. അപ്പോൾ ഈ എന്തിനും ജീവൻ നിലനിൽപ്പിനും എല്ലാ സൃഷ്ടിക്കും എല്ലാ ഉൽപ്പത്തിക്കും സർപ്പതത്വങ്ങളുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പം അതിനാണ് ഇവരെ നമ്മൾ പൂജിക്കണത്. അതിനാണ് സർപ്പങ്ങളും ധർമ്മദൈവങ്ങളും. നമ്മൾ ചെയ്യേണ്ട എല്ലാ ക്രിയകളും വേണ്ട രീതിയിൽ ആവാൻ സർപ്പങ്ങളുടെയും ധർമ്മദൈവങ്ങളുടെയും അനുഗ്രഹം ആവശ്യമാണ്. അപ്പോൾ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും സർപ്പങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രതിഷ്ഠിച്ച ഈ സർപ്പങ്ങളുടെ ഊർജം പലയിടത്തേക്കും നമുക്ക് ഈ പ്രതിഷ്ഠ കഴിഞ്ഞ എല്ലായിടത്തേക്കും അത് വ്യാപിക്കും. സർപ്പസങ്കേതത്തിലേക്ക് എല്ലായിടത്തേക്കും വ്യാപിക്കും. അപ്പോൾ ഈ വൃക്ഷലതാദികളിലും ഈ പക്ഷിമൃഗാദികളിലൊക്കെ അതിൻ്റെ ഒരു സർപ്പചൈതന്യങ്ങളുടെ ഒരു അംശമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഭൂമിക്ക് ഒരു ഇങ്ങനെ നിൽക്കണ ഒരു മരത്തിന് അതിനൊരു ന്യൂനതകളുണ്ട് അല്ലേ. നമുക്ക് ഭാവിയിൽ ഇനിയിപ്പോൾ എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വീഴുമോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പല ന്യൂനതകളുണ്ടാവാം അല്ലേ. അപ്പം ഇവിടെ നിൽക്കണ ഈ വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും ഇരിക്കുന്ന എല്ലാ സർപ്പസങ്കേതത്തിലുള്ള എല്ലാ ചൈതന്യത്തെ നമ്മൾ ആവാഹിച്ച് അതിലേക്ക് ലയിപ്പിക്കുകയാണ്, മൂർത്തിയിലേക്ക് ലയിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. നമ്മൾ ഇങ്ങനെ ആവാഹിക്കണത് ഇവിടെ ഒരു വേറെ ന്യൂനതകളൊന്നും ഉണ്ടാവാതെ ഇരിക്കാനും വേറെ നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാവിയിൽ വേറെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ആവാഹിക്കുകയാണ്. സർപ്പങ്ങളുടെ എല്ലാ അനുഗ്രഹവും വേണം. അത് കഴിഞ്ഞ് നമ്മൾ സർപ്പത്തിൻ്റെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സർപ്പത്തിന് നമ്മൾ ഇത് കഴിഞ്ഞാൽ സർപ്പത്തിന് കലശാടി നേദിച്ച് അവിടേക്ക് വേണ്ട വിധമായ എല്ലാ ഇതും ചെയ്യാമെന്നും നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആവാഹിക്കാൻ പോവാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇതേ ഈ സർപ്പചൈതന്യങ്ങൾ ലയിക്കണ്ട്, ഇതിലേക്ക് ലയിക്കാൻ കുറച്ച് സമയം എടുക്കും. ഒരു മണ്ഡലകാലം എന്നാ പറയുക. അപ്പോൾ അതിന് 41 ദിവസം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതി.
വിയാറ്റ് ചാമുണ്ടേശ്വരിക്കും സരസ്വതിക്കും ഗണപതിക്കും ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.